വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഓക്കെ, അപ്പോ വൈദിക കാലഘട്ടത്തിൽ ഇത്തരം, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രാക്ടിക്കൽ നോളജ്, കെമിസ്ട്രിയിലുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് ലിറ്റററി സോഴ്സസ് എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ കുറച്ച് സംസ്കൃതവും കുറച്ച് കെമിസ്ട്രിയിലെ ടേമുകളും ഒക്കെ കൂടെ ബന്ധപ്പെടുത്തി നമുക്കത് പറഞ്ഞു പോവാം. ഒന്ന് വേദങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ. വേദങ്ങൾ ഏതൊക്കെയാ? ഋഗ്, യജു, സാമ, അഥർവം അല്ലെ. ആ 4 വേദങ്ങൾ. അതിൽ ഋഗ്വേദമാണ് സംഹിതകള്. ഋഗ്വേദ സംഹിതയില് ഈ മെറ്റലിനെ കുറിച്ചുള്ള സൂചനകളുണ്ട്. പിന്നെ നമ്മുടെ യാഗങ്ങളുടെ കാലഘട്ടത്തില് പല ഉപകരണങ്ങൾ, യൂട്ടൻസിൽസ് മെറ്റൽസ് ഉപയോഗിച്ച്, കോപ്പറും അതുപോലെ ബ്രോൺസ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസസും ഉണ്ട്, ലിറ്റററി എവിഡൻസസും ഉണ്ട്. അപ്പൊ ഇതത് നോക്കൂ, ഒരു മന്ത്രത്തിന്റെ കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ ഒരു കാര്യം, മെറ്റൽ എന്ന് പറയുന്നതിന് സംസ്കൃതത്തില് വേദകാലഘട്ടത്തിൽ അയസ് എന്നാ പറയുന്നത്. അയഹ എന്ന് പറയും. അയ എഴുതിയിട്ടൊരു വിസർഗ എഴുതുന്നതാണ്. കുറച്ച് പേരൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ സംസ്കൃതം പഠിക്കുന്നവരുണ്ടെങ്കിൽ അറിയായിരിക്കും വിസർഗ എഴുതുന്ന അയഹ് എന്ന് പറയും. അയസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അയോലോഹം എന്നൊക്കെ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ? അയഫ് പിണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃതത്തിലാണെങ്കിൽ ഇപ്പൊ അത് ഇരുമ്പെന്നാണ് അർത്ഥം. പക്ഷെ പണ്ടത്തെ കാലത്ത് വേദകാലഘട്ടത്തിൽ അതിനെ എന്താ വിളിച്ചിരുന്നത്? അയസ് എന്ന് വിളിച്ചിരുന്നു. ഏതിനെ? മെറ്റലിനെ ജനറൽ ആയിട്ട്. അതാണോ അയണായിട്ട് മാറിയത്? അയസും അയണും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കണം. കാരണം ഇൻഡോ യൂറോപ്യൻ ഈ ലാംഗ്വേജ് വെച്ചിട്ട് ഭാഷാശാസ്ത്രപരമായിട്ട് നോക്കിയാൽ, ഞാനും അത് എഴുതുമ്പോൾ ആലോചിച്ചു, അയസ്, അയൺ, ഒത്തിരി വാക്കുകൾ അങ്ങനെ ബന്ധമുള്ളതുണ്ട്, സാധ്യതയുണ്ട്. കാരണം ആര്യൻസിന്റെ ഇൻഡോ യൂറോപ്യൻ എന്നുള്ള ഒരു ഭാഷ വെച്ചിട്ട്, സംസ്കൃത ഭാഷ വെച്ചിട്ട് നോക്കുമ്പോൾ, അപ്പൊ എന്തായാലും അയസ്. ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞില്ലേ വിജ്ഞാനധാരകളൊക്കെയും സംസ്കൃതത്തിലാണ് അടയാളപ്പെടുത്തിയിരുന്നതെന്ന് പറഞ്ഞില്ലേ, എന്ന് വെച്ചിട്ട് ഇവിടെ വർണ്ണക്കുഴൽ അല്ലാത്ത ലാംഗ്വേജ് ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭൂരിഭാഗവും സംസ്കൃതത്തിലായിരുന്നു. ഒരു 95% സംസ്കൃതത്തിലായിരുന്നു. അല്ലാതെ ഉള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും ഇപ്പൊ ഈ IIT-കളിലെ സോഷ്യൽ സയൻസ് വിഭാഗങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വർണ്ണക്കുലേഴ്സില് എന്തൊക്കെ പുരോഗതിയാണ് അഥവാ വിജ്ഞാനധാരകളാണ് അടയാളപ്പെടുത്തിയിരുന്നത് എന്നുള്ള ഒരു IKS-ന്റെ ഒപ്പം തന്നെ അങ്ങനെ ഒരു ഗവേഷണവും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അയസ് എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ എന്തായിരുന്നു? മെറ്റൽ, കോമൺ ആയിട്ട് മെറ്റൽ എന്ന് മാത്രമായിരുന്നു അർത്ഥം. അതിന്റെ ഒരു വജ്രം അതൊന്നും നിങ്ങൾ നോക്കണ്ട. സുകൃതം ഹിരണ്യം എന്ന് നോക്കിയാൽ മതി. ഹിരണ്യം എന്ന് കേട്ടിട്ടുണ്ടോ? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. ഭർതൃഹരി എന്ന് പറയുന്ന ഒരാളുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സംസ്കൃതം നേരത്തെ ഒക്കെ സെക്കൻഡ്. ഭർതൃഹരി എന്ന് പറഞ്ഞ സുഭാഷിതങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. ആള് പറഞ്ഞിട്ടുണ്ട്, ഹിരണ്യമേവ ആർജയ നിഷ്ഫല കല. ഇഷ്ടംപോലെ സ്വർണം ആർജിച്ചോളൂ, ഇഷ്ടംപോലെ ധനം സമ്പാദിച്ചോളൂ, നിഷ്ഫല കല, കലകളുടെ പുറകെയൊക്കെ പോകുന്നത് വെറുതെയാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് വൈരാഗ്യ ശതകത്തിലൊക്കെ. അപ്പൊ എന്തായാലും ഹിരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം. കുറച്ചൊക്കെ വിഷമം തോന്നായില്ല നിങ്ങളുടെ ഇപ്പൊ ഹിരണ്യം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് എന്താന്ന് ചോദിച്ചാൽ അത്തരം അറിവുകള് ആവശ്യമാണ് അല്ലെ? ആവശ്യമുണ്ടോ? അതിന്റെ ഒരു തുടർച്ചയാണ് പിന്നീട് വരുന്നതൊക്കെ. അതുകൊണ്ട് നമ്മുടെ വേരുകളും അല്ലെങ്കിൽ അത്തരം അറിവുകൾ ചിലപ്പോ അതിൽ നമ്മൾ അറിയാത്ത പലതും, ഇപ്പോ നമുക്കറിയോ ഇവിടെ വന്നിട്ടുള്ള പല ആളുകൾ, അൽബറൂണി, പല ഫോറിൻ ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? പല കാര്യങ്ങൾക്ക് എന്താ പറയാ, ട്രാവലേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന പലരും ഇവിടുന്നുള്ള പല വിജ്ഞാനങ്ങളും അറബ് കൺട്രീസിലും അവിടുന്നുള്ളത് ഇവിടേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തുമാണ് മനുഷ്യൻ ഇന്നത്തെ ഈ പുരോഗതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇനിയും പുരോഗതി വരണ്ടേ? അപ്പൊ നമ്മൾ പഴയതറിഞ്ഞ് പുതിയയിലൂടെ ചെന്ന് അടുത്തതിലേക്ക് ചെല്ലുമ്പോഴാണ് അതിനൊരു എന്താ പറയാ, ഒരു സാർത്ഥകത ഉണ്ടാവുക, ഒരു ഫലവത്താവുക അതൊക്കെ. അപ്പൊ അതൊന്നും ഒരറിവുകളും വെറുതെ അല്ല. അപ്പൊ ഹിരണ്യം എന്നായിരുന്നു അതിന് പേര്. ഹിരണ്യം, അയസ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽ എന്നായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. അപ്പൊ അഥർവവേദത്തിലാണെങ്കിൽ ഗോൾഡിന് ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട്. മനുഷ്യന് കൂടുതൽ ഗോൾഡ് ധരിച്ചാല്, സ്വർണം ധരിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് ഇഷ്ടം പോലെ ആയുസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ കാലത്തെ ചില വിശ്വാസങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂട്ടൻസിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ടെക്നിക്കൽ സ്കില്ല്, ഈ പല രീതിയിലുള്ള പല ആകൃതിയിലുള്ള, അത് യാഗ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആകൃതിയിലുള്ള ഉപകരണങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും.
അതിനൊക്കെയുള്ള മോൾഡ് ചെയ്ത് അതിനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ള ടെക്നിക്കൽ സ്കില്ലുള്ള ആളുകൾ അന്നുണ്ടായിരുന്നു. അത് അവിടുത്തെ കെമിക്കൽ നോളജിന്റെ ഒരു തെളിവാണോ? എന്ത് പറയുന്നു നിങ്ങള്? തെളിവാണോ? നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ആണോ? ആണ്. ആയിട്ട് എടുത്തിട്ടുണ്ട് ഹിസ്റ്റോറിയൻസ്. ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ കൂടെ ഈ ലിറ്റററി എവിഡൻസ് കൂടെ വെച്ചിട്ടാണ് അവരൊരു ഉറപ്പിലേക്ക് എത്തുക കേട്ടോ. അതുകൊണ്ട് ഹിസ്റ്ററി പഠിക്കുന്നവർ എപ്പോഴും ഈ പറയുന്ന ലിറ്റററി എവിഡൻസസ് കൂടെ നോക്കും, സോഴ്സസ് കൂടെ അവർ നോക്കും. ഇനി വേറൊരു മേഖല എന്ന് പറയുന്നത് മെറ്റലർജി അല്ലാതെ ഈ ഫെർമെന്റഡ് ഡ്രിങ്ക്സ് അന്നും ഉണ്ടായിരുന്നു അല്ലെ. ഇൻടോക്സിക്കേഷന് വേണ്ടിയിട്ട് അഥവാ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ്. അതിപ്പോ സോമം എന്ന് പറയുന്ന സോമരസം, സോമല്ലാത്ത പിഴിഞ്ഞെടുത്ത് ആണ് അത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട പോലെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ടാണ്. അപ്പൊ അതാണ് സുര, സോമം, മധു അങ്ങനെ പറയുന്ന പല പല ഡ്രിങ്ക്സ് അന്ന് ഉണ്ടായതായിട്ട്. ഇന്ദ്രനൊക്കെ വരുമ്പോ കൊടുക്കുന്ന സോമം ഒക്കെയാ. സോമം നൊട്ടിയ നാവാൽ എന്നൊക്കെ അക്കിത്വം പാടിയിട്ടുണ്ട്. എന്താണ് കൊടുക്കുന്ന ഈ ദേവതകൾക്കൊക്കെ? സോമവും ഒക്കെ കൊടുക്കും. നമ്മള് നെയ്യും ഹവിസൊക്കെ അർപ്പിക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ യാഗത്തിൽ അതൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. അപ്പോ അത് സോമം എന്ന് പറയുന്ന അത്തരം ഡ്രിങ്കുകൾ അതൊക്കെയും നമ്മുടെ കെമിക്കൽ നോളജിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ വേദകാലഘട്ടം കഴിഞ്ഞാൽ പോസ്റ്റ് വേദിക് പീരീഡിലേക്ക് വന്നാൽ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം, ഞാൻ ഇപ്പോൾ നിങ്ങൾ ആ തുടക്കത്തിലെ അതില് ഏൻഷ്യന്റ് ഇന്ത്യൻ കെമിസ്ട്രി അതിന്റെ കൂടെ 3 വാക്കുകളൂടെ ഇട്ടിട്ടുണ്ട്. ഏതാണ്? രസശാസ്ത്ര. കണ്ടോ? ആ ശാസ്ത്ര ഏടമുള്ളൊരു വരയും കൂടെ വേണം കേട്ടോ അവിടെ. രസശാസ്ത്ര, മെറ്റലർജി ആൻഡ് മെഡിസിൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പുരാതന ഇന്ത്യയിലെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ 3ന്റെയും കൂടി ഒരു ബ്ലെൻഡ് ആയിട്ട് ഒരു പരിധി വരെ പറയാം. ഈ രസശാസ്ത്രം എന്താന്ന് ചോദിച്ചാൽ ആൽക്കമി, അതായത് ബേസ് മെറ്റൽസിനെ കുറച്ചുകൂടെ നല്ല മെറ്റൽസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമില്ലേ, അത് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആൽക്കമിയെ കുറിച്ച് ഗ്രീക്കിലും ഒക്കെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഇന്ത്യയിലും അത്തരം പ്രാക്ടീസസ്, ആൽക്കമിക്കൽ പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒത്തിരി ഗ്രന്ഥങ്ങളുണ്ട് രസശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ടാണ് രസശാസ്ത്രം, പിന്നെ മെറ്റലർജി, മെറ്റൽസുമായിട്ടുള്ള അറിവുകൾ, മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ, മെഡിസിൻ, ഈ 3ന്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് പുരാതന ഇന്ത്യയിലെ കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഒരു പൊതുവായിട്ട് പറയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് കൊടുത്തത് കേട്ടോ. അതിന്റെ താഴെ അങ്ങനെ ഒരു സബ് ഹെഡിങ് ആണ് കൊടുത്തത്. അപ്പൊ വേദിക് പീരീഡിലെ കാര്യം പറഞ്ഞു. നമ്മൾ പോസ്റ്റ് വേദിക് പീരീഡിലേക്ക് വേദകാലഘട്ടം കഴിയുമ്പോൾ ഒരു 1500 ക്രിസ്തുവിനും മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് കേട്ടോ വേദകാലഘട്ടം. ഇപ്പൊ ഇവിടെ ഇരുന്ന് കൊണ്ടുപോയിരുന്നു. അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ടുപോയിടാൻ പറ്റുന്നത് അല്ലേ? അന്നേരം എന്തുകൊണ്ടാ ഈ 1500 ക്രിസ്തുവിനും മുമ്പ് 1500 ഹരിസാറിനെ പോലെ തന്നെയാണ് ഓർക്കുന്നുണ്ടായിരിക്കും ഇവര് അല്ലെ. അവരെല്ലാം നിങ്ങളെയൊക്കെ പിടിച്ച് മുമ്പിലേക്ക് ഇരുത്തി വിളിച്ചു പറയും അല്ലെ. അങ്ങനെ അപ്പൊ എന്തായാലും ക്രിസ്തുവിനും 1500 വർഷങ്ങൾക്ക് മുമ്പാണ് വേദങ്ങളുടെ ഒരു കാലഘട്ടം. അതൊക്കെ കഴിഞ്ഞ് ഒരു 600 ക്രിസ്തുവിന് ഒരു 600 BC കാലഘട്ടം മുതൽ ഒരു 740 CE, അതായത് AD 740 വരെയുള്ള കാലഘട്ടങ്ങളില് കുറെ ഗ്രന്ഥങ്ങൾ, പ്രധാനപ്പെട്ട കെമിസ്ട്രിയിലെ അറിവുകളെ അടയാളപ്പെടുത്തുന്ന ചില ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ പ്യുവർ കെമിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥവും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പറയില്ലേ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ടെക്സ്റ്റ് വന്നിട്ടില്ല. പക്ഷെ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അതെല്ലാം അങ്ങനെയാണ്. എല്ലാ സയൻസസും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ നോക്കൂ, ഇവിടെ ലിറ്റററി സോഴ്സ് ഓഫ് കെമിക്കൽ പ്രാക്ടീസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായതിന് 4 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. അതില് 2 എണ്ണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചരക സംഹിത ആൻഡ് സുശ്രുത സംഹിത. ഉണ്ടോ? 2, 3 ചരക സംഹിതയും സുശ്രുത സംഹിതയും. ചരകനെ കേട്ടിട്ടുണ്ടോ? ആയുർവേദവുമായിട്ട് ബന്ധപ്പെടുത്തി കേട്ടിട്ടില്ലേ? ചരകൻ, സുശ്രുതൻ, അവരൊക്കെ ആ 1st സെഞ്ച്വറി CE ഉണ്ടായിരുന്ന ചരകൻ. പിന്നെ സുശ്രുതൻ എന്ന് പറയുന്ന ആളാണ് ട്രഡീഷണൽ ഇന്ത്യയുടെ സർജറിയുടെ ആളാണ്. മറ്റേ ഫിസിഷ്യനാണ്. ആരാണ്? ചരകൻ. അന്നത്തെ മെഡിസിനൽ നോളജിനെ അടയാളപ്പെടുത്തിയ ചരക സംഹിതയിലാണ്. ട്രഡീഷണൽ മെഡിസിൻ, ഇന്ത്യയുടെ ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് ആയുർവേദമാണ്. ആയുർവേദത്തിലെ ഈ ചരക സംഹിത, സുശ്രുത സംഹിത രണ്ടിലും തെറാപ്യൂട്ടിക് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് പല പല കെമിക്കൽസ് ഉപയോഗിച്ചതിന്റെയും അത് ഉണ്ടാക്കിയതിന്റെയും അതിന്റെ പ്രൊപ്പോർഷന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഓക്കെ, അതുകൊണ്ട് ആ 2 ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. മറ്റ് 2 ഗ്രന്ഥങ്ങളിലെ ഒന്നാമത് കൊടുത്തിരിക്കുന്ന അർത്ഥശാസ്ത്രം കേട്ടിട്ടുണ്ട്. കൗടില്യൻ, ചാണക്യൻ. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒരു കൗടില്യം, കുടിലത അല്ലെ, വക്രബുദ്ധി, രാജാവിന് വക്രബുദ്ധി, പ്രതികാരം ചെയ്യണം എന്ന് അല്ലെ, നന്ദന്മാരോട് പകരം വീട്ടാനായിട്ട് അല്ലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൂടെ നിന്ന് സഹായിച്ചു. ഇത്തരം കഥകളാണ്. നിങ്ങൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ കുട്ടികളെ? ഉണ്ടോ? കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ചാണക്യൻ എന്നൊക്കെ ചാണക്യൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചാണക്യൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു മെറ്റഫർ ആയിട്ട് പറയും അല്ലേ. നമ്മൾ വക്രബുദ്ധിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് മൂവ്മെന്റ് നടത്തുന്നവരെയൊക്കെ നമ്മൾ ഈ ചാണക്യ ബുദ്ധി, അയാളുടെ ചാണക്യ ബുദ്ധി വിധിച്ചതാണ് എന്നൊക്കെ പറയും അല്ലെ. ചാണക്യൻ അഥവാ കൗടില്യൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം അർത്ഥശാസ്ത്രം. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഒന്നെങ്കിൽ പൊളിറ്റിക്സ് ഓർ എക്കണോമിക്സ് ഇതിനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയേ നമ്മൾ അർത്ഥശാസ്ത്രത്തെ കുറിച്ച് പറയാറുള്ളൂ. പക്ഷേ ഒരു എൻസൈക്ലോപീഡിക് നേച്ചറിൽ ഉള്ള ഒരു ഗ്രന്ഥമാണ്, പ്രാചീന ഇന്ത്യയിലെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അത് PSC ഒക്കെ ചോദിക്കുന്ന കേട്ടോ. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? കൗടില്യൻ, ചാണക്യൻ, ഓർത്ത് വെക്കണം. അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ, അത് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, കൃഷി, എന്തൊക്കെ വേണം മനുഷ്യന്? വെറുതെ ഇരുന്ന് ഫോൺ കണ്ടാൽ മാത്രം പോരല്ലോ, പിന്നെ എന്തൊക്കെ വേണം? വീട്ടില് പല കാര്യങ്ങളും പാകം ചെയ്യണം, അതിന് കൃഷി നടക്കണം അല്ലെ. പിന്നെ പാകം, അടുക്കളയിലെ തീ പുകയണം, അത്തരം കാര്യങ്ങള്, ഇങ്ങനെ വേണ്ട മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചും എങ്ങനെ വേണം ഒരു സ്റ്റേറ്റിൽ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് പോവേണ്ടത് എന്ന് രേഖപ്പെടുത്തി വെച്ച ആളാണ് ആര്? കൗടില്യൻ അഥവാ ചാണക്യൻ. അർത്ഥശാസ്ത്രത്തിൽ, ഈ അർത്ഥശാസ്ത്രത്തിൽ മെറ്റലർജി, അത് എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രാക്ടിക്കൽ കെമിസ്റ്റുകളാണ് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ മൂലാധാരം എന്ന് പറയുന്നത് അല്ലെ. ഈ എക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എവിടെ ചർച്ച ചെയ്യുന്നുണ്ട്? അർത്ഥശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ അതൊരു എന്ത് പറയാം, എൻസൈക്ലോപീഡിക് നേച്ചറിലുള്ള ഒരു ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. പല പല വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്നർത്ഥം. കേവലം എക്കണോമിക്സോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊളിറ്റിക്സോ ഒന്നും മാത്രമല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും, അതുപോലെ പല കാര്യങ്ങള് അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ബൃഹത് സംഹിത. വരാഹമിഹിരൻ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു സ്കോളറാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വരാഹമിഹിരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടേ ഇല്ല. ആരും കേട്ടിട്ടില്ല അല്ലെ. ഒരുപക്ഷെ ഇപ്പോ കേൾക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ സംസ്കൃതം പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് കേൾക്കുകയാണെങ്കിൽ കൂടുതലും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കേൾക്കുന്നത്. ഹോര എന്നൊക്കെ പറയില്ലേ, ബൃഹത് പരാശര ഹോര എന്നൊക്കെ പറയുന്ന ഹോരാശാസ്ത്രമൊക്കെയും ആ വരാഹമിഹിരൻ തന്നെയാണ് എന്തെഴുതിയിരിക്കുന്ന ബൃഹത് സംഹിത. അക്കാലത്തുണ്ടായ നോളജുകളെയൊക്കെ കമ്പൈൽ ചെയ്ത്, ഈവൻ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, മേഘവിസ്ഫോടനങ്ങളെ കുറിച്ച്, അതുപോലെ സാഹിത്യത്തെ കുറിച്ചും ഒക്കെ ഈ ടെക്സ്റ്റിലുണ്ട്. ഏത് ടെക്സ്റ്റാ? ബൃഹത് സംഹിത. ബൃഹത് സംഹിത ഒരു വലിയ ഗ്രന്ഥമാണ്. അതും ഇതുപോലെ എൻസൈക്ലോപീഡിക് നേച്ചറിലുള്ളതാണ്. അതിലും ഈ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതിനെ കുറിച്ച്? ഇന്ത്യയിലെ കെമിക്കൽ വിജ്ഞാനത്തിന്റെ അടയാളപ്പെടുത്തലുകളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അർത്ഥശാസ്ത്രത്തിലേക്ക് മാത്രം പ്രധാനമായിട്ട് ഊന്നി അതിലെ മെറ്റൽസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രസമുള്ള എന്തെങ്കിലും സാധനം അതിലുണ്ടോ എന്നൊക്കെ ഏതൊന്ന് തെരഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച സാധനമാണ് കേട്ടോ ഈ തന്നിരിക്കുന്നത്. ഒന്ന്, ഇതില് എവിടെയാണ് ഈ മെറ്റൽസിനെ കുറിച്ച് പറയുന്നത്? മൈനുകളെ കുറിച്ച് ചാണക്യൻ പറയും. മൈൻ അല്ലെ, ഖനികളെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം. അതായത് പല പ്രകരണങ്ങൾ, ആ പ്രകരണങ്ങളിൽ പല അധ്യായങ്ങൾ. അതാണ് അർത്ഥശാസ്ത്രത്തിന്റെ ഒരു ഘടന. അപ്പോ രണ്ടാമത്തെ പ്രകരണത്തിലെ ഒരു 12ാമത്തെ അധ്യായത്തിലൊക്കെ മൈനുകളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാ മൈനുകളെ കുറിച്ച്? വെറുതെ വിജ്ഞാനം പകരാൻ വേണ്ടിയിട്ടല്ല ചാണക്യൻ അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തിനാണെന്നറിയാവോ? ഈ മൈനുകളുടെ ഡയറക്ടർ ഉണ്ട്. ആ ഡയറക്ടർ എന്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്തരം അധ്യായങ്ങൾ വരുന്നത്. ഇതെല്ലാം അങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ ഓരോ ഹെഡുകൾ, ഓരോരുത്തർക്ക് ഇതിന്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. ആ ചുമതലയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഈ മെറ്റൽസിനെ കുറിച്ചും മൈനുകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതേ ഇങ്ങനെ പാറ പൊട്ടിച്ച് എടുക്കണം എന്നൊന്നും അല്ല അത് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം, ദ ഡയറക്ടർ ഓഫ് ദ മൈൻ എന്നുള്ളതാണ് അവിടുത്തെ ചർച്ച. ഓക്കെ, അത് ആഗരാധ്യക്ഷൻ, ആഗരൻ എന്നാണ് മൈനിന് സംസ്കൃതത്തിൽ പറയുന്ന. ഖനിന്നുണ്ട്,
ഖനി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. അത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ ടേം വാസ്തവത്തിൽ സംസ്കൃതമാണ്. അപ്പൊ അതുകൂടാതെ ആകരം എന്നാണ് ഇതിലൊക്കെ കൗടില്യ അർത്ഥശാസ്ത്രത്തിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന ടേം ആകരം. കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ അല്ലാതെ നിങ്ങളിപ്പോ ഗവേഷണമൊക്കെ ചെയ്യുകയാണെങ്കിൽ മലയാളമോ സംസ്കൃതമോ ഒക്കെ പറയുന്ന അധ്യാപകരെയൊക്കെ ചോദിക്കുക ആകരം എന്താണെന്ന് വെച്ചാൽ സോഴ്സ് ടെക്സ്റ്റ് എന്നാണ് അർത്ഥം. ആകര സൂചി ഉണ്ടോ? ചില ജേണലിലൊക്കെ ആകര സൂചി എന്നൊക്കെ കാണാം. ആകരം എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്നുള്ള അർത്ഥമാണ്, പക്ഷെ ഇവിടെ ഖനി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ആദരാധ്യക്ഷന്റെ കടമകളെ കുറിച്ച് സംസാരിക്കുന്ന അധ്യായത്തിൽ പറയും ഈ മൈൻഡ് ഡയറക്ടർ ശുൽബധാതു ശാസ്ത്രജ്ഞനായിരിക്കണം എന്ന് പറഞ്ഞാലോ മെറ്റൽസിനെ കുറിച്ചുള്ള അറിവ് ഉള്ളയാളായിരിക്കണം ഈ ശാസ്ത്രജ്ഞൻ. അതാണ് കൺവേഴ്സൺ വിത്ത് ദ സയൻസ് ഓഫ് മെറ്റൽ വെയിൻ ഇൻ ദ എർത്ത് ആൻഡ് മെറ്റലർജി. ഇപ്പൊ ശുൽബ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ശുൽബം എന്ന് പറഞ്ഞാൽ അളവാണ്. ഒരു പ്രത്യേക പാറയോ അല്ലെങ്കിൽ ഭൂമിയുടെ പരിസരമോ ഒക്കെ കണ്ടാൽ അവർക്ക് ആ അധ്യക്ഷൻ എന്താ അറിയാമായിരിക്കണം, അതിന്റെ ഒരു എത്രത്തോളം അതിലുണ്ടായിരിക്കാം മെറ്റൽ മിനറൽസ് ഉണ്ട്, നമുക്ക് ഉപകാരപ്രദമായ ഓറുകൾ എത്രത്തോളം ഉണ്ട് എന്ന് ആർക്കറിഞ്ഞിരിക്കണം? ഈ ആകര അധ്യക്ഷൻ അറിഞ്ഞിരിക്കണം. വെറുതെ അധ്യക്ഷനായിട്ട് ഞെളിഞ്ഞിരിക്കാൻ പറ്റില്ല അല്ലെ? നമ്മൾ വിചാരിക്കും ഇപ്പൊ രാജാക്കന്മാർക്കും ഇങ്ങനെ ഓരോ റോളുള്ളവർക്ക് എന്ത് സുഖ ഞെളിഞ്ഞു കയറി ഇരുന്നാൽ മതിയല്ലോ, എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ തല വെട്ടിയാൽ മതിയല്ലോ അന്നത്തെ കാലത്ത്. അങ്ങനെയല്ല. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഈ ലീഡർഷിപ്പിൽ വരുന്നവർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അത്തരത്തിൽ ഈ ആൾക്ക് വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ കുറിച്ചുള്ള അറിവ് വേണം. അതാണ് ശുൽബ ധാതു. ബോറാവുന്നുണ്ടേ പറയണേ, കൂടുതൽ സംസ്കൃതം പറയേണ്ടതിനൊക്കെ നിങ്ങൾക്ക് ഇടപെടാം ധൈര്യമായിട്ട്. നിങ്ങൾ ക്ലാസ്സിൽ പറയാറില്ലേ, അതുപോലെ പറയാം. ശുൽബം എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട്. അത് ഹരിസാറിന്റെ രസമുണ്ട്, ബാക്കിയുള്ളവരുടെ കാര്യമാണ് അറിയുന്നത്. അപ്പം ശുൽബ ധാതു ശാസ്ത്രജ്ഞൻ ആയിരിക്കണം. പിന്നെയോ അതുപോലെ രസശാസ്ത്രത്തിൽ അറിയാവുന്ന, രസശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ആൽക്കമി ആയിട്ട് ബന്ധപ്പെട്ട അറിവുണ്ടായിരിക്കണം. പാക മണിരാഗജ്ഞ, ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ആളായിരിക്കും. അതിന്റെ ഇംഗ്ലീഷാണ് ആ താഴെ കൊടുത്തത്. കൺവേഴ്സൺ, ഇതൊരു കാംഗ്ലെ എന്ന് പറയുന്ന ഒരാൾ അർത്ഥശാസ്ത്രം മനോഹരമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് 1905 മാത്രമാണ്. അപ്പൊ നമ്മുടെ റേയുടെ പുസ്തകം എടുത്താൽ അതിൽ അർത്ഥശാസ്ത്രത്തെ കുറിച്ച് 1ാം വോള്യത്തിൽ പറയുന്നേ ഇല്ല. അതിനുശേഷമുള്ള കാലമാണ് പറയുന്നത്. അപ്പോ എന്തായാലും അദ്ദേഹം പറയുന്നത് എന്താണ്? കൺവേഴ്സൺ വിത്ത് ദ സയൻസ് ഓഫ് മെറ്റൽ വെയിൻസ് ആൻഡ് ഇൻ ദ എർത്ത്, അതായിരിക്കണം. പിന്നെ മെറ്റലർജിയെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. പിന്നെയോ ആർട്ട് ഓഫ് സ്മെൽറ്റിംഗ് ആൻഡ് ആർട്ട് ഓഫ് കളറിംഗ് ജംസ്, അതാണ് മണിരാഗജ്ഞൻ. എങ്ങനെയാണ് ഈ രത്നങ്ങളൊക്കെ കിട്ടില്ലേ, ആ കിട്ടുന്നത് അതൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് അറിയാമല്ലോ അല്ലെ? കെമിസ്ട്രിക്കാരോട് ഞാൻ അതൊന്ന് ചോദിച്ചാൽ മണ്ടത്തര നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനൊക്കെ കളറ് കൊടുക്കണം. ആ കളർ കൊടുക്കുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ആൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഒരു കണ്ടീഷൻ അവിടെ പറയണം. വാ എന്ന് കണ്ടോ അവിടെ ഒരു സാധനം, വാ. നമ്മളിപ്പോ വാ എന്ന് പറയില്ലേ, വാ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? കോട്ടയംകാരൊക്കെ പറയും. എന്തെങ്കിലും അറിയാമെന്ന് വെച്ചാൽ വാ എന്ന് പറഞ്ഞാല് ആ അറിയില്ല, ആ എന്ന് പറയില്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ വാ എന്ന് പറഞ്ഞാൽ ഓർന്നാണ് കേട്ടോ അർത്ഥം. സംസ്കൃതത്തില് അഥവാ എന്നുള്ള അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള ആള് അല്ലെങ്കിൽ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയില്ലെങ്കിൽ എന്ത് വേണം? തജ്ഞസഖ, അത് അറിയാവുന്ന ഒരാൾ കൂട്ടാളിയായിട്ട് വേണം. പിടികിട്ടിയല്ലോ? ഇത് അറിയില്ലെങ്കിൽ ആര് വേണം? എപ്പോഴും കൂടെ ആര് വേണം? ഇത് അറിവുള്ള ഒരാള് കൂടെ വേണം. ഇപ്പോഴത്തെ ഈ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ഒക്കെ ആലോചിക്കാം, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്താം. ആ രീതിയിലാണ് ആ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തജ്ഞസഖ, അതിനെ അറിയാവുന്നവനും കൃത്യമായിട്ട് അല്ലെ, അല്ലാതെ ചതിക്കുന്ന ആളുകളാവരുത്, അറിയുന്ന ആളായിരിക്കണം. പിന്നെയോ അതിനെ കുറിച്ചുള്ള തജ്ജാത കർമ്മകര ഉപകരണ സമ്പന്ന, അതിലെ ഫാക്ടറി, ഇത് വെറുതെ എടുത്താൽ പോരാ, അതിലെ ഫാക്ടറികളിൽ കൊണ്ടുപോയി അത് യൂട്ടൻസിൽസ് ആയിട്ട് അല്ലെ ജ്വല്ലറി ആയിട്ടൊക്കെ പരിണമിപ്പിക്കുമായിരുന്നു അന്നത്തെ കാലത്ത്. അതായത് അന്നത്തെ എക്കണോമിയുടെ ഒരു ഭാഗമാണിത്. അതിനൊക്കെയുള്ള ഉപകരണം, ഏതിന്? ഫാക്ടറിയിലേക്കുള്ള ഉപകരണങ്ങൾ. അതിലെ കർമ്മകരന്മാർക്ക്, ജോലിക്കാർക്ക് വേണ്ടിയുള്ള ഉപകരണ സമ്പന്ന. കിട്ട മൂഷ അങ്കാര ഭസ്മലിംഗം, ഇതൊക്കെ കിട്ടം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഇത് സംസ്കൃതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കൊന്നും അല്ല കേട്ടോ. എന്താണെന്നറിയാവോ? ധാതുവിന്റെ അവശിഷ്ടങ്ങളാണ്. ഒരിടത്തുനിന്ന് ധാതു നേരത്തെ ഉണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടമൊക്കെ അവിടെ കിടക്കില്ല, അതിനാണ് കിട്ടം എന്ന് പറയുന്നത്. കിട്ട മൂഷ മൂഷം എന്ന് പറയുന്ന അത് എടുക്കാൻ ഉപയോഗിച്ച ആ ഒരു അപ്പാരറ്റസ്. പിന്നെ അങ്കാരം എന്ന് പറഞ്ഞാല് ഈ കത്തിച്ചതിന്റെ ചാർക്കോളൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്തതിന്റെ അവശിഷ്ടങ്ങള്. ഭസ്മം,
തുടങ്ങിയിട്ടുള്ള ലിംഗം മീൻസ് അതിന്റെ കുറെ അടയാളങ്ങൾ വെച്ചിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നേരത്തെ ഒരു മൈൻ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തും. ഭൂതപൂർവം പണ്ടൊരു മൈൻ ഉണ്ടായിരുന്നു. ഇനി പുതിയതാണെങ്കിലോ അതാണ് ഭൂതപൂർവം. ഇനി അഭൂതപൂർവം പുതിയ മൈനുകളെ കണ്ടാലും ആൾക്ക് തിരിച്ചറിയണം. അത് എങ്ങനെയുള്ള ഇതാണ്? ഭൂമി, പ്രസ്തര, രസ, ധാതു. എങ്ങനെയാണ്? ഭൂമിയിലുള്ള മൈന് സാധാരണ. പ്രസ്തരം എന്ന് പറഞ്ഞാൽ റോക്കുകളിലുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് സംസ്കൃതം പറയുന്നത് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് സംസ്കൃതത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തോളാം. പ്രസ്തരം റോക്ക്. പിന്നെ എന്താണ്? രസം. രസം എന്ന് പറഞ്ഞാൽ ദ്രവരൂപത്തിലുള്ള റോക്കുകളിൽ നിന്നൊക്കെ കിനിഞ്ഞു ഊറി വരുന്ന പോലെയുള്ള ദ്രവരൂപത്തിലുള്ള ധാതുക്കളെ കുറിച്ചൊക്കെ അറിയണം. അതിനെ എങ്ങനെ അറിയും? അതിന്റെ ഗൗരവം ദ ഹെവിനെസ് ഓഫ് ദ എന്താണ് ഡെൻസിറ്റി, ആ സ്ഥലത്ത് ഡെൻസിറ്റി, അത് തന്നെ ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ട് അഥവാ ഗന്ധം, അതിന്റെ ഗന്ധമൊക്കെ വെച്ചിട്ട് ആള് തിരിച്ചറിയും കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒരു 3/4 മണിക്കൂറാണ് ഇവരുടെ ഒരു അറ്റൻഷൻ പീരീഡ് സ്പാൻ. എനിക്ക് തോന്നുന്നു 5 മിനിറ്റൊക്കെ ഉള്ളൂ. 5 മിനിറ്റ് ഉള്ളൂ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അങ്ങനെയാണ്. എന്താണെങ്കിലും ഇതൊക്കെ നിങ്ങൾ വെറുതെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നമുക്കറിയാം. അപ്പൊ പിന്നെ അതിൽ കൂടുതൽ ഗവേഷണ താല്പര്യമുള്ളവർക്ക് നല്ലതുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ട് അറിഞ്ഞിരിക്കണം. ആരാണ്? ദ ഡയറക്ടർ ഓഫ് ദ മൈൻഡ്. അത് മാത്രമല്ല അവിടെ പലതരത്തിലുള്ള ഓറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അയിരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചനകൾ. ഗോൾഡ്, സിൽവർ, കോപ്പർ, ലെഡ്, അയൺ. ഇത്രയും അയിരുകള് അന്ന് എടുത്തിരുന്നു, അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചന അതിലുണ്ട്. അത്തരം അയിരുകളെ കുറിച്ച് അതിന്റെ നേച്ചർ എന്താണെന്ന് പറയുന്നുണ്ട്. അത് അടുത്ത പറയും കേട്ടോ. പിന്നെ എങ്ങനെയാണ് അലോയ്, എങ്ങനെയാണ് അതിൽ നിന്ന് നിർമ്മിക്കേണ്ടത്, അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലേറ്റിംഗ്, ഗോൾഡിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഈ അർത്ഥശാസ്ത്രത്തില് പ്രാധാന്യം കൊടുത്തത്. നേച്ചർ ഓഫ് ഓഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇതിന്റെ നേച്ചർ. അപ്പൊ അത് ഏറ്റവും നമുക്ക് അറിയുന്ന ഗോൾഡിനെ കുറിച്ച് അറിയാനല്ലേ നമുക്ക് താല്പര്യം. മഞ്ഞലോഹം എന്ന് പറയുന്ന ഗോൾഡ് അല്ലെ. ഗോൾഡിനെ കുറിച്ച് അന്നും അത് എന്താ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അതിന്റെ ആ തിളക്കം മാത്രമല്ല എക്കണോമിക് വാല്യൂ അന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. രസാഹ കാഞ്ചനീകാഹ. കാഞ്ചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. കാഞ്ചനം ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരുന്നു. കാഞ്ചനം സ്വർണ്ണല്ലേ. അപ്പൊ സ്വർണത്തിന്റെ അയിരുള്ള രസം, അതിന്റെ ഈ ഉറഞ്ഞു വരുന്ന ദ്രവരൂപത്തിൽ വരുന്ന അങ്ങനെയുള്ള ഇതിനെ എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇതൊരു രസമുള്ള ഒരു ഒരു ഭാഗമാണ്. അപ്സു എങ്ങനെയാണ് തിരിച്ചറിയും? ഇത് സ്വർണത്തിന്റെ അയിരാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അപ്സു നിഷ്ഠൂത. വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അപ്പെന്ന് പറഞ്ഞാല് വെള്ളം നാട്ടോ, വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തൈലവത് വിസർപ്പിണഹ, തൈലം പോലെ. ഓയിലുകളൊക്കെ അല്ലേ, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ തൈലം പോലെ എന്ത് ചെയ്യും? ഈ സ്വർണ്ണ അയിരാണെങ്കിൽ, ഈ ദ്രവരൂപത്തിൽ കിട്ടിയ സാധനം സ്വർണം അതിലുണ്ടെങ്കിൽ അതിങ്ങനെ തൈലം പോലെ കിടക്കും. പിന്നെയോ ശംഖ മലഗ്രാഹിണശ്ച എന്ന് പറഞ്ഞാലോ ചെളിയെയും ചേറൊക്കെ വലിച്ചെടുക്കും, മാലിന്യങ്ങളെ വലിച്ചെടുക്കും. പിന്നെയോ എന്നിട്ട് ഈ കിട്ടുന്ന ഓറിനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഈ ചെളിയും ഇതുമൊക്കെ വലിച്ചെടുക്കുക ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? താമ്രരൂപ്യയോഹോ ശതാനുപരി വേദ്ധാരഹ. താമ്രം എന്ന് പറഞ്ഞാൽ കോപ്പർ. താമ്രപത്രം കേട്ടിട്ടില്ലേ? താമ്രപത്രം കൊടുത്തു രാജാക്കന്മാർ പണ്ടത്തെ കാലത്ത് അങ്ങനെ പറയും. താമ്രം കോപ്പറാണ്. അന്ന് അതിലായിരിക്കും ചെമ്പ് തകിടിയിലല്ലേ എഴുതുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കും താമ്രപത്രം എന്നുള്ള പേര് അതിന് വന്നത്. താമ്ര രൂപ്യം. രൂപ്യം എന്ന് പറഞ്ഞാല് രജതം ജൂബിലി ഒക്കെ രജതം സിൽവർ അല്ലേ. അപ്പൊ അതാണ് രജത ജൂബിലി എന്ന് പറയുന്നത്, സിൽവർ ആണ്. അപ്പൊ ഈ രൂപ്യയോഹോ ശതാനുപരി, ഈ എത്ര അത്രയും കിട്ടിയോ അതിന്റെ 100 ഇരട്ടി എന്ത് വെക്കണം? 100 ടൈംസ് അതിന്റെ വെയിറ്റിനേക്കാൾ കൂടുതൽ താമ്രം, രൂപ്യം ഇതൊക്കെ ചേർത്തിട്ടാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. നമുക്ക് ഉപയോഗയോഗ്യമായ സ്വർണ്ണം ആക്കിയെടുക്കണം എന്നൊക്കെ അതിന്റെ നേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് നിറമാണ് അതിന്റെ, കുറെ ഉദാഹരണങ്ങൾ പറയും അതിനകത്ത്. അതായത് മാമ്പഴത്തിന്റെ, പിന്നെ എന്താ പറഞ്ഞ വെന്ത മഞ്ഞള്, പനമ്പഴം,
ഇതൊക്കെ മുറിക്കുമ്പോൾ കാണുന്ന നിറം എന്തോ അതുപോലത്തെ നിറമായിരിക്കും ഇതിന്. എങ്ങനെ ഇതിനെ ഡിറ്റക്ട് ചെയ്യാമെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്നത്തെ കാലത്ത്, ഏത് കാലത്ത്, 4th സെഞ്ച്വറി CE ആര് പറഞ്ഞു വെച്ചിരിക്കുന്നു? കൗടില്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നു. അന്ന് ഇത് എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ, പല പല ശേഖരങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളതുണ്ട്. ഈ സിൽവർ ഓറിന്റെ കാര്യം പറയുമ്പോൾ സിൽവറിന്റെ നിറം നമുക്കറിയാം. അപ്പൊ എന്താ കൗടില്യൻ പറയുന്നത് നമുക്ക് നോക്കണേ. ശംഖ, കർപ്പൂര, സ്ഫടിക, നവനീത, പോത, പാരാവാത, വിമലക, മയൂരഗ്രീവാവർണ, ഇങ്ങനെയൊക്കെയുള്ള വർണ്ണം, നിറമാണ്. എന്താണ് ശംഖ്? മലയാളത്തിലെ ശംഖ് തന്നെ സംസ്കൃതത്തിലെ ശംഖ്. കിട്ടിയല്ലോ. പിന്നെ എന്താണ് കർപ്പൂരം? അറിയാലോ. അതിന്റെ കെമിക്കൽ ഇതിലേക്ക് ഒന്നും പോകണ്ട, അതിലെ പുറത്തേക്ക് കാണുന്ന ആ കർപ്പൂരം. സ്ഫടികം, സ്ഫടികം തന്നെ. നവനീതം എന്താണെന്നറിയോ? വെണ്ണ. അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഒരു നിറം ആണ് ഈ രൂപ്യധാതവ. രൂപ്യധാതവ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വെള്ളിയുടെ ഓറ്, വെള്ളി അയിര് ആ നിറത്തിലുള്ളതായിരിക്കും എന്ന്. 12 ഇല്ല ഇല്ല 12. അപ്പൊ ഇങ്ങനെയുള്ള സിൽവർ ഓറ് ഇതിനെ അവരിപ്പോ തീരുന്നു വിചാരിച്ചിരിക്കും. ഇനി ഇതിന്റെ സോഫ്റ്റനിങ് എങ്ങനെ നടത്തും? ഇതെങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ളത്, ചിലത് ഹാർഡായിരിക്കും, ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതിനെ വേണ്ട രൂപത്തിൽ മാറ്റിയെടുക്കണം അല്ലേ? അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നില്ലേ അല്ലേ? അപ്പൊ അന്ന് അതെങ്ങനെ മാറ്റിയിരുന്നു നോക്കിയേ. മധുമധുകം അപജായ സതൈലം ധൃതഗുഡ് കിണ്വയുതം സകന്ദളീകം യദപി ശതസഹസ്രതാ വിഭിന്നം ഭവതി മൃദു ത്രിഭിരേവ തം നിഷേധൈ. ഇതിലൂടെയൊക്കെ കയറ്റി വിടണം. ഏതിലൂടെയൊക്കെ? മധു, തേന്, പിന്നെ തൈലത്തോട് കൂടിയ ഗുഡം, ശർക്കര, പിന്നെ കന്തള്, ഈ കന്തളി എന്താ വെച്ചാൽ ഈ കന്തളമായിട്ട്, കന്തളം മീൻസ് ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന, എന്താണ് നമ്മൾ പറയുന്നത്, ഭൂകന്ധം എന്ന് പറയുന്നത് എന്താ? ഇപ്പോ അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങള്, ഇങ്ങനെയൊക്കെ ഉള്ളതിലൂടെ പല ശതസഹസ്രത പല തവണ കടത്തി വിട്ടിട്ടാണ് അതിനെ എന്താക്കുന്നത്? മൃദുവാക്കുന്നത്, സോഫ്റ്റൻ ചെയ്യുന്നത്. ഈ രജതത്തെ ഇങ്ങനെ കിട്ടുന്ന ഈ ഓറിനെ സോഫ്റ്റൻ ചെയ്യുന്നത്. ഇത് ഓരോന്നിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും നിങ്ങളോട് എല്ലാം ഒന്നും പറഞ്ഞു തന്ന് നിങ്ങളെ ഞാൻ വധിക്കുകയില്ല. ഇങ്ങനെ ചെറിയ ഒരു സാമ്പിള് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഏതാണ്? സിൽവറിനെ കുറിച്ച്. പിന്നെ കോപ്പർ ഓറിനെ കുറിച്ച് പറഞ്ഞു. കോപ്പർ ഓറും ഇങ്ങനെ ഹാരീത, മഞ്ഞയും ചോപ്പും കലർന്ന നിറം. ഹാരീത പാടല ലോഹിത വാ താമ്രധാതു. താമ്രം എന്ന് പറഞ്ഞാല് കോപ്പർ. അത് എന്തായിരുന്നു അതിന്റെ നേച്ചർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നോക്കിയ വിസ്രസി എന്ന് പറയുന്നത് ലെഡ്, ത്രപു തിന്ന്, തീക്ഷ്ണം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അയസ് എന്ന് പറയുന്ന ഇതില് തീക്ഷ്ണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് അയൺ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി തീക്ഷ്ണം ആയിട്ടുള്ള ധാതു. വൈകൃന്തകം, കുറെ ഇതുകൾ ചേർന്നതാണ്, കുറെ മെറ്റൽസിന്റെ ചേർന്ന ഒരു രൂപമാണ് എന്തെന്ന് പറയുന്നത് വൈകൃന്തകം. ഇത്തരം ഓറുകളൊക്കെ അലോയ്, അത് തന്നെ അലോയ് ആയിട്ട് തന്നെ അങ്ങനെ നേച്ചറിൽ നിന്ന് കിട്ടും അല്ലെ? കിട്ടും എന്നാണ് ഈ ടെക്സ്റ്റ് പറയുന്നത്. അലോയ് അതായത് പിന്നീട് ചെയ്തതല്ല, നാച്ചുറലി അലോയ് ആയിട്ട് തന്നെ, വൈകൃന്തകമായിട്ട് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഇതിന്റെ നേച്ചർ എന്താണ്, എന്ത് നിറമാണ്, അത് എങ്ങനെയാണ് സോഫ്റ്റൻ ചെയ്യുന്നത്, അതിനെ എങ്ങനെ പരുവപ്പെടുത്തിയെടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെ പറയുന്നു കുട്ടികളെ? അർത്ഥശാസ്ത്രത്തിൽ ആര് പറയുന്നു? കൗടില്യൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഏതൊരു ഇതിലാ പറയുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാ പറയുന്നത്? ഡയറക്ടർ ഓഫ് മൈൻഡ് ചെയ്യേണ്ട കടമകളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വിജ്ഞാനങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അതിന്റെ കെമിക്കൽ ആയിട്ടുള്ള എന്താണ് അതിന്റെ പ്രോസസ്, അതിനുള്ളിലെ തിയറി എന്താണെന്നൊന്നും അത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ലായിരിക്കാം? ഈ ഡയറക്ടർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ, അല്ലാതെ അത് ഈ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഏതാ? കർമ്മകരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കർമ്മകരൻ എന്ന് പറഞ്ഞാലോ ചെയ്യുന്ന ആളുകൾ, ജോലിക്കാർ. ആ ജോലിക്കാരുടെ അറിവ് എങ്ങനെയായിരിക്കും? അവരെ തലമുറകളായിട്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇപ്പൊ ഗരുഡന്റെ കൊക്കിൽ കടലിന്റെ മാറിൽ എന്ന് പറയില്ലേ, വിജ്ഞാനങ്ങളൊക്കെ എടുത്ത് കൂട്ടി വെച്ചിട്ട് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല, വലിച്ചെറിയും. അങ്ങനെയാണ് അല്ലെ പണ്ടത്തെ കാലത്ത്. നമ്മുടെ ടീച്ചർക്കൊക്കെ അത് കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്താ വെച്ചാല് എന്താണ്, ഈ അറിവുകളൊന്നും വേറെ ആളുകളിലേക്ക് പോകാൻ പാടില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും.
അങ്ങനത്തെ ഒരു ട്രെൻഡ് എവിടെ ഉണ്ടായിരുന്നു? ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷെ ഈ വിജ്ഞാന വിസ്ഫോടനത്തോടെയാണ് അത്തരം ട്രെൻഡുകളൊക്കെ മാറി വരുന്നത് അല്ലേ. ഇപ്പൊ തന്നെ ഇത്തരം വിജ്ഞാനങ്ങൾ തന്നെ നമ്മളിപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനെക്കുറിച്ചുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഏതാണ് ത്രൈവർണികർക്ക്, ചില കാസ്റ്റുകൾ അങ്ങനെയുള്ളവർ മാത്രം പഠിച്ചു പോന്നിരുന്ന ചില വിജ്ഞാനധാരകളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. അതൊക്കെ വേറൊരു വശമാണ്. അപ്പൊ എന്താണേലും ഡയറക്ടർ ഓഫ് മൈൻഡ് നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തൊക്കെ ചെയ്യണം അദ്ദേഹം? ഈ ഓറിൽ നിന്ന് എന്താണ് ധാതു സമുദ്ധിതമായിട്ട് എന്താണ് ഉണ്ടാകുന്നത് അത് അറിയണം. അത് ഫാക്ടറികളിൽ എത്തിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ റെസ്പെക്റ്റീവ് മെറ്റൽസ് ആക്കാൻ വേണ്ടിയിട്ട് അത് ഫാക്ടറികളിൽ എത്തിക്കണം. അത് ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. കോപ്പർ, ലെഡ്, ടിന്നൊക്കെ ആണെന്ന്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ ഗോൾഡിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ പല തരത്തിലുള്ള ഗോൾഡ്. നമ്മളിപ്പോ എങ്ങനെയാ 916 ഇതൊക്കെ വെച്ചിട്ടാണ് ഗോൾഡിനെ തിരിക്കുന്നത് അല്ലെ. ഇന്ന ജ്വല്ലറിയുടെ ആണെങ്കിൽ പേര് പറയുന്നില്ല, പരസ്യം കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന ജ്വല്ലറിയുടെ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ തിരിച്ചറിയുന്നത്. അപ്പോൾ അല്ലെ തിരിക്കുന്നത് വേറെ ഉണ്ടായിരിക്കും കേട്ടോ തിരിവുകൾ. അത് കെമിസ്ട്രിക്കാർക്ക് കൂടുതലും അറിയാം. പക്ഷെ അന്നത്തെ തിരിവ് എവിടെ നിന്നാണ് ഈ ഗോൾഡ് കിട്ടിയത് എന്ന് വെച്ചിട്ടാണ് അന്ന് തിരിവ് കൊടുത്തിരുന്നത്. അതാണ് ജാംബൂനദം, ശാതകുംഭം, ഹാടകം, വൈണവം, ശൃംഗശുക്തിജം. ഇതൊക്കെ എന്താ? ജാംബൂനദം എന്ന് പറഞ്ഞാൽ ജംബൂ നദിയിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ബീഹാറിലൊക്കെയുള്ള ഏതെങ്കിലും നദികളൊക്കെ ആയിരിക്കും. ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നദി തന്നെ ഉണ്ടോന്ന് അറിയില്ല. അന്നത്തെ നൂറ്റാണ്ടിലുള്ളതല്ലേ, പലതും വറ്റി പുതിയത് വന്നു, ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നോക്കൂ, ശാതകുംഭം, ശതകുംഭവും ഹാടകവും രണ്ടും ഒരുമിച്ച് പറഞ്ഞ എന്താണോ, രണ്ടും മൗണ്ടൻസിൽ നിന്ന് കിട്ടിയതാണ്. ശതകുംഭ മൗണ്ടൻ, അതുപോലെ ഹാടക മൗണ്ടൻ, വൈണവം അതും മൗണ്ടത്തിൽ നിന്ന്, വേണു എന്ന് പറയുന്ന മൗണ്ടൻ പർവ്വതത്തിൽ നിന്ന് കിട്ടിയതാണ്. ശൃംഗശുക്തിജം, ശൃംഗശുക്തി എന്ന് പറയുന്ന മൗണ്ടനിൽ നിന്ന് കിട്ടിയത്. ജാതരൂപം, ജാതരൂപം എന്ന് പറഞ്ഞാല് നാച്ചുറൽ കണ്ടീഷനിൽ അങ്ങനെ കണ്ടതാണ്. അതാണ് ജാതരൂപം. ഇനി രസവിദ്ധം, അതിന് രൂപമാറ്റം ട്രാൻസ്മ്യൂട്ട് ചെയ്തെടുത്തതാണ്. ബൈ മീൻസ് ഓഫ് ലിക്വിഡ് ഒക്കെ വെച്ചിട്ട് അതിന് രൂപമാറ്റം വരുത്തിയെടുത്ത സ്വർണം. അങ്ങനെ അന്നത്തെ കാലത്ത് ഈ ആഗരാധ്യക്ഷന്മാർക്കോ ഒക്കെ ഇത് കണ്ടാൽ തിരിച്ചറിയായിരിക്കും ഏതാണ് ഇത് ഇന്നതെന്നാണ്. ഓ, ഇത് എങ്ങനെയായിരിക്കും പറയുന്നത്, ഇത് ശാതകുംഭമാണ്, ഇത് ഹാടകമാണ് എന്നൊക്കെ അവർ പറയുമായിരിക്കും. ഇത് ഭീമയാണ്, ഇത് ജോസ്കയാണെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അന്ന് അവരങ്ങനെ പറയുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ ഓക്കെ ആണല്ലോ. അങ്ങനെ കുറെ തിരിവുകൾ ഉണ്ടായിരുന്നു. അത് രസമുള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് പറയാമെന്ന് പറഞ്ഞു. പിന്നെ സ്വർണത്തിന്റെ നിറത്തെ കുറിച്ചുള്ള കിഞ്ചൽക്ക വർണ്ണം. കിഞ്ചൽക്ക എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ പൂപരാഗല്ലേ, പൂമ്പരാഗത്തിന്റെ വർണ്ണം എങ്ങനെയുള്ളതാണ്? നല്ല സ്വർണം നിറം വെച്ചിട്ട്. ഇപ്പോഴും നമ്മൾ ചിലരൊക്കെ പറയാൻ പറ്റും ഈ സ്വർണം ഭയങ്കര ആരും ശ്രദ്ധിക്കാറില്ല. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അവർക്ക് സ്വർണത്തിന്റെ നിറം വെച്ചിട്ട് പറയാൻ പറ്റും അല്ലേ? പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്നവരുണ്ടായിരുന്നു. അപ്പൊ കിഞ്ചൽക്ക വർണ്ണം, മൃദു സ്നിഗ്ധം, അനുനാദി. ഇത് കേൾക്കുമ്പോൾ സൗണ്ട്, അതിന്റെ സൗണ്ട് വെച്ചിട്ട് ഭ്രാജിഷ്ണു തിളങ്ങുന്നതാണ് ശ്രേഷ്ഠമായ സ്വർണം. അല്ലാത്തതോ രക്തപീതകം, രക്തം കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയത്, അതായത് ചുവപ്പ് കലർന്ന മഞ്ഞയോട് കൂടിയ സ്വർണം എന്താണ്? മധ്യമം ആണ്, ഒരു ആവറേജ് ഇതിൽ വരുന്നുള്ളൂ. രക്തം പ്യുവറായിട്ടൊരു ചുവപ്പ് പോലെ ഇരിക്കുന്ന ആ സ്വർണം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മോശമാണ് എന്നൊക്കെ അന്ന് കൗടില്യൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ എക്സ്പെരിമെന്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അർത്ഥശാസ്ത്രത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞായിരുന്നു അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ചരക സംഹിത, സുശ്രുത സംഹിത, ഇതൊക്കെ ആയുർവേദിക് ഗ്രന്ഥങ്ങളാണ് അല്ലെ. 1-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പല മിനറല്, മെറ്റല്, മെറ്റാലിക് കോമ്പൗണ്ട്സ്, അതിന്റെ പേരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതില് ഫുൾ ഞാൻ പറയുന്നില്ല. മണ്ടൂര എന്നൊക്കെ പറഞ്ഞാൽ അയൺ റസ്റ്റ്, അഞ്ജന എന്ന് പറയുന്നത് ബ്ലാക്ക് സൾഫൈഡ് ഓഫ് ആന്റിമണി ആണോ? ഞാൻ ഹരിസാറിനോട് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് സമയം കിട്ടിയില്ല. ആണെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പൊ അഞ്ജനം കൺമഷി പോലത്തെ ഇതാണ്, കറുപ്പ് നിറത്തിലുള്ളത്. ആന്റിമണിയുടെ നിറം അങ്ങനെയൊക്കെയാണ്. എന്താണെങ്കിലും കറുപ്പ്. സുവർണം, സ്വർണം, അയസ്. അയസ് ഇവിടെ എത്തിയപ്പോഴേക്കും കണ്ടോ? ചരക സംഹിതയിൽ എത്തിയപ്പോഴേക്കും എന്തായി? അയണായി. നമ്മൾ വേദത്തിൽ കണ്ടപ്പോ എന്തായിരുന്നു? മെറ്റലായിരുന്നു. ഇവിടെ അയണായി. ഇനി എന്താണ്? കാംസ്യം. കാംസ്യം എന്ന് പറഞ്ഞാൽ ബ്രോൺസ് അല്ലെ, എല്ലാം ബ്രോൺസിനാണ് കാംസ്യം. ഗന്ധകം, ഗന്ധകം ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഒത്തിരി
മലയാളം മീഡിയം പഠിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു അല്ലേ സൾഫർ പറഞ്ഞു ഇല്ല പറഞ്ഞു എല്ലാരും അറിയില്ലാവില്ല. ആ ഈ സൾഫറിനെ കുറിച്ച് നമ്മൾ ചെറിയ മലയാളം മീഡിയത്തില് പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഗന്ധകം എന്നുള്ള വാക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അന്ന് ഈ NV കൃഷ്ണവാര്യരുടെ കാലഘട്ടത്തിലൊക്കെയാണ് പുസ്തകങ്ങള് ഇംഗ്ലീഷിൽ വന്ന മോഡേൺ കെമിസ്ട്രിയുടെ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെട്ടത്, മലയാളവൽക്കരിക്കപ്പെട്ടത്. ആ സമയത്ത് ഇത്തരം സംസ്കൃത പദങ്ങൾ അതിനകത്ത് ധാരാളം ഉണ്ട്. അപ്പൊ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഗന്ധകം, അത് സൾഫറാണ്. തുത്തം, കോപ്പർ സൾഫേറ്റിന്റെ പേരാണ് തുത്തം. ഇങ്ങനെയൊക്കെയുള്ള മിനറൽസിനെ കുറിച്ച് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാമല്ലോ. നമ്മൾ പറഞ്ഞു മെഡിസിൻ ഉണ്ടാക്കുക, ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ആ കോണ്ടെക്സ്റ്റ് ഒന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, പറയുന്നില്ല. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മെനി മെറ്റൽസ് ആൻഡ് മിനറൽസ് ഒക്കെ സുശ്രുത സംഹിത. സുശ്രുതൻ ആരാണ്? ഏറ്റവും പഴയ സർജറിയുടെ ആളാണ് കേട്ടോ. സുശ്രുത സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ ആയുർവേദ ഇത് പറയുമ്പോഴേ ക്ഷാരം, ആൽക്കലികൾ അതെങ്ങനെ ഉണ്ടാക്കും, ഈ പല ഇലകളും ഒക്കെ ഇടിച്ചു പിഴിഞ്ഞും ഒക്കെ ഉണ്ടാക്കുന്ന സാധനമില്ല, അതിന് ആൽക്കലൈൻ നേച്ചറാണ്. ആൽക്കലൈൻ ക്ഷാരമാണ്. ചാരമാകുമ്പോൾ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അത് ഉണക്കി പൊടിച്ച് ഒക്കെ ആക്കുന്ന അങ്ങനത്തെ ക്ഷാരങ്ങളെ കുറിച്ച്, അത് ഏത് തരം ചെടികളാണെന്നൊക്കെ അതിനകത്ത് സൂചനയുണ്ട് കേട്ടോ. അത്തരം ക്ഷാരങ്ങള് അത് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കെമിക്കൽസ് ഓഫ് ഇന്ത്യൻ മെഡിസിനിലെ ഒരു പ്രധാന ഒരു കണ്ടന്റ് ആണ്. അത് മൃദുക്ഷാരം, 3 തരത്തിലുള്ള മൃദു, തീക്ഷ്ണം, ആവറേജ് ആയിട്ടുള്ള മധ്യമ ക്ഷാരങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് അതുമായിട്ട് ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് അതിൽ അന്വേഷിക്കുന്നുണ്ട്. ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഇനി നോക്കൂ, സുശ്രുത സംഹിത പലതരത്തിലുള്ള സോൾട്ട്, നാച്ചുറൽ സോൾട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പൊട്ടാസ്യം ക്ലോറൈഡ് പോലെയൊക്കെ ഉള്ളതിനൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം കൂടെ ഞാൻ അത് നോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ധാരാളം സോൾട്ടുകൾ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ആസിഡുകള്, എങ്ങനത്തെ ആസിഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ മെഡിസിനൽ പർപ്പസിൽ. നമ്മൾ ഈ ഇതിനകത്തൊക്കെ എടുത്താല് ഇപ്പോഴത്തെ ഇതിലും എടുക്കാം, മെഡിസിൻ ഇത് എടുത്തു നോക്കിയാലും നമുക്കറിയാം അതിനകത്ത് എന്തുണ്ട്, ആസിഡ് കണ്ടന്റ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇത് അന്നത്തെ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആസിഡുകളാണ്. ഇപ്പൊ സിട്രസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ഓർഗാനിക് ആസിഡ് ഒക്കെ ഈ മരുന്നിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചു. അല്ലാതെ വേറെ മിനറലുകളൊക്കെ ആഡ് ചെയ്തിട്ട് വേറെ ആസിഡുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, മിനറൽ ആസിഡ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അതൊക്കെ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ, നാച്ചുറൽ അല്ലല്ലോ. നാച്ചുറൽ അല്ലാത്ത അത്തരം ഈ മിനറൽ ആസിഡ്സിനെ കുറിച്ച് അന്ന് ഈ സുശ്രുത സംഹിതയിലോ ചരക സംഹിതയിലോ ഒന്നും പരാമർശം വന്നിട്ടില്ല. ഓക്കെ, പിന്നീട് അത് പിൽക്കാലത്തെ രസശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞിരുന്നത് രസവിദ്യ. അന്ന് വരാഹമിഹിരൻ ബൃഹത് സംഹിത എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം പറഞ്ഞു. അതിൽ ധാരാളം പെർഫ്യൂമുകളെ കുറിച്ച്, എങ്ങനെ പെർഫ്യൂമുകൾ ഉണ്ടാക്കാം, അതിന്റെ കണ്ടന്റ് എന്താണ്, അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെയുണ്ട്, ഈ ബൃഹത് സംഹിത. അതുകൂടാതെ പല കാര്യങ്ങളും ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ട, ആയുർവേദിക് പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ബൃഹത് സംഹിത. വരാഹമിഹിരൻ എന്ന് പറയുന്ന ഒരു സ്കോളറാണ്. 6th സെഞ്ചുറി, കോമൺ ഇറ 6th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഗ്രന്ഥങ്ങൾ പറഞ്ഞത്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ രസശാസ്ത്രം എന്നൊരു കാര്യം പറഞ്ഞല്ലോ നമ്മള്. അതായത് ആൽക്കമി, ഇന്ത്യൻ ആൽക്കമി എന്ന് പറയുന്ന, ആൽക്കമിക്ക് മുമ്പുള്ള കാലഘട്ടമാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. പിന്നെയുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഈ രസശാസ്ത്രമാണ്. രസശാസ്ത്രം എന്ന് പറയുന്ന ഇന്ത്യൻ ആൽക്കമി, അത് പീരീഡ് ഓഫ് തന്ത്രിസം, തന്ത്ര ഗ്രന്ഥങ്ങളുമായിട്ട്, ഈ സിദ്ധവൈദ്യമൊക്കെ ഇല്ലേ അതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടാണ് രസശാസ്ത്ര ഗ്രന്ഥങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു പീരീഡില് ഈ തന്ത്ര ഫിലോസഫിക്ക് ഭയങ്കര ഡൊമിനന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഏതുണ്ടായത്, ഈ രസശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഈ തന്ത്രശാസ്ത്രത്തിലെ പല സാധനവും ഇതിനകത്ത് ചിലതൊക്കെ വരും. ഇതിനകത്ത് ഈ ആൽക്കമിയിൽ എന്താണ്, ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് ബേസ് മെറ്റൽസിനെ കുറച്ചുകൂടെ നോബിൾ മെറ്റൽസ് ആക്കി മാറ്റുന്ന അതെന്തിനു വേണ്ടിയിട്ടാണ് മാറ്റുന്നത്? ഇക്കണോമിക് പർപ്പസ് ഉണ്ട്, അതിന്റെ കൂടാതെ തന്നെ മെഡിസിനൽ പർപ്പസും ഉണ്ട്. ഏത് തരത്തിലുള്ള മാറ്റങ്ങളും ഏതിന്റെ കൂട്ടത്തിൽ പെടുത്തും ഈ രസശാസ്ത്രം എന്നുള്ള
അതിൽ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫിന് വേണ്ടിയിട്ടുള്ള അത് ഈ മെഡിസിനൽ പ്രിപ്പറേഷനാണ് പ്രധാനപ്പെട്ടു. അപ്പോൾ ഇനി അതിന് മുഴുവൻ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ രസമുള്ള അല്ലെ എന്തെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നത് ചുരുക്കി പറയാം. ഇനി നോക്കിയപ്പോൾ ഇന്ത്യൻ ആൽക്കമിയുടെ ഇത് പറയുമ്പോൾ ഒന്ന് രസ എന്നുള്ള ഒരു വാക്കിന് ഒരു പ്രാധാന്യമുണ്ട് അല്ലെ. രസം എന്താണ് രസം? നമ്മൾ മലയാളത്തിലൊക്കെ മലയാളം മീഡിയത്തിൽ മെർക്കുറി രസം എന്ന് പറഞ്ഞാൽ മെർക്കുറി എന്ന് ഉപയോഗിച്ചിരുന്നു അല്ലെ. ഈ മെർക്കുറിയും മറ്റ് മെറ്റലും മിനറലും ഒക്കെ കൂടെയുള്ള ചേർച്ചകളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ രസശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെയും മെർക്കുറിയെ വലിയ ഏറ്റവും പ്രാധാന്യം കൊടുത്തു. മഹാരസം എന്നൊക്കെയാണ് മെർക്കുറിക്ക് പേര്. മെർക്കുറിക്ക് വേറൊരു പേരൂടെ ഇട്ടു, പാരകം. ഇപ്പൊ നമ്മുടെ സംസ്കൃതത്തിലൊക്കെയാണ് പാരകരസം എന്നൊരു സാധനം. പാരകം എന്ന് പറഞ്ഞാൽ ക്രോസ് ദ ഓഷ്യൻ ഓഫ് ലൈഫ്. ഇതിനെ പാരം കടക്കുക, മറുകര കടക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ പാരകം എന്നുള്ള ടേം തന്നെ രസത്തെ കുറിച്ച്, അത് മെർക്കുറിയെ കുറിക്കാനായിട്ട് സൂചിപ്പിച്ചിരുന്നു എന്ന്. ഇങ്ങനെ ഈ രസശാസ്ത്ര ടെക്സ്റ്റ് ധാരാളമുണ്ട്. ഒരു 900 തൊട്ടിട്ട് 1800 CE വരെയുള്ള കാലഘട്ടത്തിൽ രസശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഒന്നും നമ്മൾ പറയുന്നില്ല. അതെന്തുകൊണ്ടെന്നാൽ ഇതിനെല്ലാം മിക്കവാറും കുറെ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. ഒരേ കാര്യങ്ങളാണ് മിക്കവാറും രസശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട എന്തൊക്കെയുണ്ട്? മെർക്കുറി ഈ സുശ്രുതനും ചരകനും ഒക്കെ രസം എന്നുള്ള ടേമിൽ എന്തിനാണ് ഉപയോഗിച്ചത്? ജ്യൂസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഈ ബോഡിയിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫോമിനെയും രസം എന്നുള്ള വാക്കുകൊണ്ട് അവരൊക്കെ കോയിൻ ചെയ്തു. അവരൊക്കെ ആ രസം എന്നുള്ള വാക്ക് അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഇനി നോക്കൂ, പിന്നെ വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് പറയാൻ ഉദ്ദേശിച്ചത്, രസം എന്നുള്ള വാക്ക് പിൽക്കാലത്ത് മിനറൽ ഓർ മെറ്റാലിക് സോൾട്ട് കോമൺ ആയിട്ട് പറയാം എന്നുള്ള രീതിയിൽ. അപ്പം രസശാസ്ത്രം എന്ന് പറഞ്ഞാൽ മെറ്റാലിക് സോൾട്സിനെ കുറിച്ചോ അല്ലെ മിനറൽ സോൾട്ടും ഒക്കെ കൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന ഗ്രന്ഥങ്ങൾ. അത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരം ചർച്ചകൾ വരുന്നത്. അതിനെ എന്തെന്ന് വിളിക്കാം? രസശാസ്ത്രം എന്ന് വിളിക്കാം എന്ന്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഈ രസശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രസം, ഉപരസം, രത്നം, ലോഹം എന്നിങ്ങനെയൊക്കെ മെറ്റൽസിനെയും മിനറൽസിനെയും കോമൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇത്തരം കാര്യങ്ങൾ. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഞാൻ കൂടുതൽ എടുത്തുള്ളൂ. എന്താണ് ഈ ഫീച്ചേഴ്സ്? എന്താണ് രസശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ, തന്ത്രം ഡൊമിനന്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ. ഇപ്പൊ നമ്മളൊരു രസാർണവം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു ഡെസർട്ടേഷൻ ഒരു കുട്ടി ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പൊ കുട്ടികൾക്കെല്ലാം സാഹിത്യം പഠിക്കുന്നവർക്കൊക്കെ എന്താണ് സയൻസ് പഠിക്കാനും, സയൻസുകൾക്ക് സാഹിത്യം ഇല്ല, ഇങ്ങനെ തിരിച്ചൊരു എന്താ പറയുന്നത് ഇഷ്ടമുണ്ട്. അപ്പൊ നമ്മുടെ MA-ക്കാര് അവർക്ക് കെമിസ്ട്രി അല്ലെ ശാസ്ത്രം ചെയ്യണം എന്ന് പറഞ്ഞാൽ രസാർണമുണ്ട്. അപ്പൊ അതെടുത്ത് നമ്മൾ നോക്കിയാൽ തുടക്കം എങ്ങനെയാണെന്നറിയാവോ? ഈ ഗ്രന്ഥം ഫുൾ ലേഖനം ചെയ്തിരിക്കുന്നത് ഈ 2 പേര് തമ്മിലുള്ള ഡയലോഗ് രൂപത്തിലാണ്. അപ്പൊ നമ്മളെ എല്ലാ പഴയ ഗ്രന്ഥങ്ങളും ഉണ്ട്, ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ശിവപാർവതിമാരുടെ സംവാദമായിട്ട് ജ്ഞാനങ്ങളെ അടയാളപ്പെടുത്താൻ, അങ്ങനെ ഒരു മിസ്റ്റിക് നേച്ചർ അല്ലെങ്കിൽ ഒരു ഡിവൈൻ നേച്ചർ ഒക്കെ അതിന് കൊടുക്കുക. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശിവപാർവതി എന്നുള്ള ഭൈരവനും ശക്തിയും, അതൊക്കെ തന്ത്ര ഗ്രന്ഥങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഭൈരവൻ ശക്തിയോട് പറഞ്ഞു കൊടുക്കുന്നു. ശക്തി എന്ന് പറയുന്നത് എനർജിയുടെ ഫോമാണ് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഡിസ്കഷൻ വരുന്നത് 8 മഹാരസങ്ങൾ, 8 ഉപരസങ്ങൾ, 8 തരം ധാതുക്കൾ, പ്രഷ്യസ് സ്റ്റോൺസ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് അതിനകത്ത് ചർച്ചയുണ്ട്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ചില രസശാസ്ത്ര ഗ്രന്ഥങ്ങൾ അഷ്ടൈശ്വര്യങ്ങളെ കുറിച്ച് പറയും. അണിമ, ഗരിമ, ലഘിമ എന്നൊക്കെ പറഞ്ഞ അഷ്ടൈശ്വര്യ സിദ്ധി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനെ കുറിച്ച് പറയും. അതെങ്ങനെയാ അതിൽ വന്നത്? അത് ഈ തന്ത്രവുമായിട്ടുള്ള റിലേഷൻ കാരണമാണ് എന്നൊക്കെ. അപ്പൊ അത്തരം ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. എന്താണ് ഈ മഹാരസങ്ങളിൽ നിന്ന് ജസ്റ്റ് സൂചിപ്പിക്കുക? അഭ്രകം, മൈക്ക ഇല്ലേ, മൈക്ക, അങ്ങനെയാണ് അഭ്രകം, മാക്ഷികം, കോപ്പർ പൈറൈറ്റ്, വിമല, അയൺ പൈറൈറ്റ്, ശിലാജതു, ഇത് ബിറ്റുമൻ ആണ്, സസ്യക, കോപ്പർ സൾഫേറ്റ്, ചപല,
ഒരു കോമ്പൗണ്ട് ആണത്. ഇങ്ങനെ 8 കാര്യങ്ങളെയാണ് മഹാരസങ്ങൾ. ഇതിന്റെ മിനറൽസ് വെറുതെ ഇതൊന്നും അല്ല കേട്ടോ, ഇത് പേര് മാത്രമേ പറഞ്ഞു. ഇതിന്റെ എന്താണ് ഇതിന്റെ നേച്ചർ, അതിന്റെ ഉപയോഗം എന്താണ്, അത് മെഡിസിനൽ പർപ്പസിന് എങ്ങനെ ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെയും ഈ രസശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഉപരസങ്ങൾ എന്നുള്ള വിഭാഗത്തിലാണ് ഗന്ധകം, സൾഫർ, ഗൈരികം, കാശികം തുടങ്ങിയിട്ട് ഒരു 7 ഉപരസങ്ങൾ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നു. പിന്നെ പ്രധാനമായിട്ട് 7 തരം മെറ്റലുകളെ കുറിച്ച് ഈ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, 4 തിരിച്ചു: മഹാരസം, ഉപരസം, മെറ്റൽസ്, ലോഹ എന്ന് പറയുന്നത്. അതിൽ സ്വർണം, രജതം, താമ്രം. ലോഹ എന്ന് പറഞ്ഞാൽ അയണിനെ സൂചിപ്പിക്കാനാണ്. നാഗ എന്നുള്ള പദമാണ് ഇവിടെ ലെഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രസശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. വങ്ക ടിന്നിന്. പിന്നെ യശത, യശസ്സിനെ തരുന്നത് എന്നാണ് കേട്ടോ. യശത എന്നുള്ള വാക്കിന്റെ ഒരു ഭാഷാശാസ്ത്രപരമായ ഒരു എറ്റിമോളജി നോക്കിയാൽ യശസ്സിനെ തരുന്നത്. അത് സിങ്കാണ്. ഇന്ത്യക്ക് നല്ല യശസ്സിനെ കൊടുത്തിട്ടുള്ള ഒന്നാണ് സിങ്ക് എന്നാണ്. അങ്ങനെ പല അറേബ്യൻ രാഷ്ട്രങ്ങളിലേക്കൊക്കെ വിജ്ഞാനങ്ങളെ പകരാനൊക്കെ ഉള്ള സമയത്ത് ആ സിങ്കിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ യശതം എന്നാണ് അതിന്റെ പേര് രസശാസ്ത്രത്തിൽ പറയുന്നത്. ഇങ്ങനെ ഇത് കൂടാതെ മിശ്രലോഹങ്ങള്, ബ്രാസ്, കാംസ്യം നമ്മൾ പറഞ്ഞായിരുന്നു, ബ്രോൺസ് എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല മിശ്രലോഹങ്ങള്, അതുപോലെ മിക്സ്ചർ ഓഫ് 5 മെറ്റൽസ്, കുറെ 5 മെറ്റലുകളുടെ മിക്സ്ചർ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചും ഒക്കെയും ഈ രസശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് കുറെ സംസ്കൃത ഗ്രന്ഥങ്ങള്. നമുക്ക് ഇന്ത്യക്ക് ഒരു കെമിക്കൽ നോളജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പുരോഗതി ഉണ്ടായാൽ എല്ലാ പഴയ സിവിലൈസേഷൻസ്, പ്രധാനപ്പെട്ട സിവിലൈസേഷൻസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്രയും വിജ്ഞാനധാരകൾ മുമ്പോട്ട് അറിവ് പകർന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് വികാസവും പുരോഗതിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതില് ഈ കെമിസ്ട്രിയുടെ പാർട്ട് ഒട്ടും ചെറുതല്ല. ഇനിയും ധാരാളം ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നത്, ഇപ്പോൾ സംസ്കൃതത്തിലെ വിഭാഗത്തിൽ നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞാൽ, വിഭാഗത്തിൽ ഈ ചർച്ച വരുമ്പോൾ, ഇപ്പോൾ ഹരിസാർ എന്നെ സൂചിപ്പിച്ചു, 2-3 പേരോട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അങ്ങനെയുള്ള പലരോടും സംസാരിച്ചിരുന്നു IKS-നെ കുറിച്ച്, ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഇപ്പൊ എല്ലാ കോളേജുകളും നടത്തുന്നുണ്ട്. പക്ഷെ സംസ്കൃത വിഭാഗത്തിലുള്ളവരുടെ പരാതി കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ. അപ്പൊ എന്തും നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം അങ്ങനെയാണ്, നമുക്ക് ആ കാര്യം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സാധനം എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ അവര് കരുതുന്നുണ്ട്. അവർക്ക് ആവശ്യമില്ല, പിന്നെന്തിനാ നമ്മൾ എന്ന് കഷ്ടപ്പെട്ട് പറയുന്നത് എന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നു. പിന്നെ മറ്റൊരു വിഭാഗം, മോഡേൺ കെമിസ്ട്രിയുടെ വിഭാഗം, ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെ രണ്ട് എക്സ്ട്രീമിറ്റികളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആണ് ഇതിനൊരു എന്താ പറയാ, കുറച്ചൊരു ഡെവലപ്മെന്റ്, കുറച്ചുകൂടി ഒരു വികാസം, ഇതിന്റെ ഒരു കൂടുതൽ ഗവേഷണ ഫലങ്ങൾ മുന്നോട്ട് വരാത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, PC റേയുടെ ഗ്രന്ഥത്തിൽ ഈ അർത്ഥശാസ്ത്ര സൂചന ഇല്ലെങ്കിലും ഈ മെറ്റലർജി, അർത്ഥശാസ്ത്രത്തിലെ മെറ്റലർജിയെ കുറിച്ച് സംസ്കൃതത്തിൽ ഗവേഷണം നടക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അന്നത്തെ കെമിക്കൽ നോളജ് എന്താണെന്നൊക്കെ. നിങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 4 ഇയർ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ 4th ഇയറിൽ നിങ്ങൾ ഒരു റിസർച്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇത്തരം നമ്മുടെ ഏൻഷ്യൻ വിജ്ഞാനധാരകളെ കൂടി കണക്കിലെടുക്കുകയും ആ മേഖലയിലേക്കുള്ള പഠനവും, ഇപ്പോൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റും സംസ്കൃതം ഡിപ്പാർട്ട്മെന്റും അതുപോലെ മാത്തമാറ്റിക്സും സംസ്കൃതവും എല്ലാ വിജ്ഞാനധാരകളും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധവും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ജ്ഞാനങ്ങളുടെ കൈമാറ്റം നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന DB കോളേജ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിനോടുള്ള അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത്ര നേരം ഇത് കേട്ട് എങ്കിലും ഒരു പിടിച്ചിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങളോട് ഒരു തരത്തിലാണ് എനിക്ക് ചിലപ്പോൾ വിഷമം വരും അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ. എന്നാലും ഇതൊക്കെ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ദി ഗെയിം എന്നുള്ള രീതിയിൽ ഇരുന്ന നിങ്ങളെ കുട്ടികൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.